വയനാട് സുൽത്താൻ ബത്തേരി ബീനാച്ചി സർക്കാർ ഹൈസ്കൂളിന് കീഴിൽ ഒരു പഠന വീടുണ്ട്. മണർവേൽ കാട്ടുനായ്ക്ക കോളനിയിലാണ് ഈ പഠന വീട്. കോളനിയിലെ 46 കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. സ്കൂളിലെത്താൻ വൈമുഖ്യമുള്ള ഗോത്രവിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ പോലും പഠന പ്രക്രിയയുടെ ഭാഗമാക്കുന്നതാണ് ഇവിടുത്തെ ഒരു രീതി. നമുക്ക് ഈ റോഡ് പോകുന്നത് പിന്നെ 2 കോളനികളാണ്, മണൽവയലും ഒന്ന് പാത്തിവയലും. ഇവിടെ നിന്ന് ഒരുപാട് കുട്ടികൾ പിന്നെ ഗവൺമെൻറ് ഹൈസ്കൂൾ ബീനാച്ചിയിലും പിന്നെ പഴുപ്പത്തൂർ ഗവൺമെൻറ് LP സ്കൂളിലേക്കും പഠിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് വേണ്ടത്ര ഒരു റോഡോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ നഗരസഭയുടെ ഒരു വണ്ടി വിട്ടിട്ടാണ് കുട്ടികളെ ഇങ്ങോട്ട് എത്തിക്കുന്നത്. പക്ഷേ ഒരു ദിവസം പോലും ഇവർ മുഴുവൻ ആളുകൾ നമ്മുടെ സ്കൂളുകളിലേക്ക് എത്തില്ല. ഇവരെ കോളനിയിലേക്ക് ശരിക്കും ഒരു വാഹനം പോകുന്ന ഒരു റോഡ് വരെ ഇല്ല. ഈ കുട്ടികൾ നമ്മുടെ പൊതുവായിട്ടുള്ള കുട്ടികളുടെ കൂടെ ഇരുന്ന് പഠിക്കാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും ഇവർ ശ്രമിക്കാറില്ല. കാരണം അവർക്ക് എന്തോ ഒരു മടി പോലെ ഇപ്പോഴും അവർ ആ കാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതിൽ തന്നെയാണ് ഇപ്പോഴും കഴിഞ്ഞുകൂടുന്നത്. കോവിഡ് കാലത്ത് എല്ലാ വിദ്യാർത്ഥികളും ഓൺലൈൻ പഠന പ്രക്രിയയിലേക്ക് മാറിയപ്പോൾ പാർശ്വവൽക്കരിക്കപ്പെട്ട ഈ ഗോത്ര വിഭാഗത്തിന് ആ സംവിധാനം അസാധ്യമായിരുന്നു. ആ സമയത്ത് ബീനാച്ചി സ്കൂളും PTA-യും അവിടുത്തെ അധ്യാപകരും ഞങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ചൊരു ആശയമാണ് ഇവർക്ക് ഓഫ്ലൈനിൽ തന്നെ പഠനം തുടരണം. അങ്ങനെയാണ് ഈ ഒരു ആശയം വരുന്നതും. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന പഠനം ഇവിടെ ആയിരുന്നു, പക്ഷേ ഈ സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതൊന്ന് പിന്നെ ഒരു കെട്ടിടത്തിലാക്കി സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുവന്ന് കോവിഡ് കാലത്താണ്. ഇത് വേണ്ട സ്ഥലം 3 സെൻറ്റ് സ്ഥലം നമുക്ക് ഈ കോളനിയിലുള്ള കുഞ്ഞിമാൾ എന്ന് പറയുന്ന ചേച്ചി എന്തായി സൗജന്യമായി നൽകി. ഞങ്ങൾ അധ്യാപകർ തന്നെ കോവിഡ് കാലത്ത് യാത്രയൊന്നും ആ ലോക്ക്ഡൗൺ കാലത്ത് പോലും ഞങ്ങൾ ആ റിസ്ക് ഏറ്റെടുത്തിട്ട് LP UP ഹൈസ്കൂൾ അധ്യാപകർ പ്രത്യേകം ടൈം ടേബിൾ സെറ്റ് ചെയ്ത് ഇവിടെ വരികയും ഏകദേശം 40 കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികളെ ഞങ്ങൾ കൃത്യമായി ടൈം ടേബിൾ വെച്ചിട്ട് 1 മുതൽ 10ാം ക്ലാസ് വരെ ദെൻ +1 +2 ഡിഗ്രി തലത്തിലെ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ആ കാലത്ത് പഠനം നിന്നു പോകാതെ അവരെ പിന്നെ പഠന പ്രക്രിയയുടെ ഭാഗമാക്കിയത് ഈ ഒരു പഠന വീടാണ്. 100 സ്വർണ്ണനാണയങ്ങൾ അടങ്ങിയ പണപ്പെട്ടി നഷ്ടപ്പെട്ടു. നാലര മുതൽ 6 മണി വരെയാണ് ഇവിടുത്തെ വർക്കിംഗ് ടൈം. 46 കുട്ടികളുണ്ട് ഇവിടെ. LP ക്ലാസ്സുകളിലും UP ക്ലാസ്സുകളിലും ഹൈസ്കൂളിലും +1 +2 ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരാളുണ്ട്. ഇങ്ങനെയൊരു പിന്തുണ കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിൽ കിട്ടുന്നതുകൊണ്ട് കുട്ടികളുടെ പഠന നിലവാരം ഒരുപാട് മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കൊഴിഞ്ഞുപോക്ക് ആ ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇതെല്ലാം ഇവിടെ തുടങ്ങിയതിന് ശേഷം അതിനെല്ലാം ഒരു പരിധിവരെ മാറ്റം വന്നിട്ടുണ്ട് എന്ന് പറയാൻ കഴിയും. ഗോത്ര വിഭാഗത്തിൽ ഉൾപ്പെട്ട പല കുട്ടികളും സ്കൂളിൽ എത്താതിരിക്കാനുള്ള സാമൂഹ്യമായ കാരണങ്ങൾ പലതാണ്. ഇത്തരം കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് തടയാനും അവരെ മുഖ്യധാരയിലേക്ക് ചേർത്തു പിടിക്കാനുമുള്ള ദൗത്യമാണ് വനമധ്യത്തിലെ ഈ പഠന സ്കൂൾ വഴി നടപ്പിലാക്കുന്നത്. മാതൃകാപരമായ ഇടപെടൽ. റിബിൻ ജോൺ പാലേരിക്കൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.